പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ നമ്മൾ കാണുമ്പോൾ നമ്മളിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും, രൂപാന്തരമുണ്ടാകും. യേശുവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ പിന്നീട് നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ സംസാര ശൈലിക്കും എല്ലാം വ്യത്യാസമുണ്ടാകും. നമ്മുടെ ഉച്ചാരണത്തിന് വ്യത്യാസമുണ്ടാകും. യേശുവിനോടുകൂടെ ഇരുന്നവൻ അല്ലെങ്കിൽ യേശുവിനോടുകൂടെ നടന്നവൻ എന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ നമ്മുടെ സംസാരത്തിൻ്റെ ആ സ്ലാങ് എല്ലാം വ്യത്യാസമാകും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ വരുന്നതായ വ്യതിയാനം മറ്റുള്ളവർ കണ്ട് ഇവൻ കർത്താവിനോടുകൂടെ ആയിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായ വലിയൊരു മഹാഭാഗ്യമാണ് രക്ഷയുടെ അടിസ്ഥാനമായി നമ്മിൽ കടന്നു വരുന്നത്. നോക്കൂ, ഒരു മനുഷ്യനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവൻ കർത്താവ് യേശു എങ്ങനെയുള്ളവൻ ആണ് എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടി അവൻ്റെ ജീവിതത്തിൽ വലിയൊരാഗ്രഹമുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ സക്കായി എന്ന് പറയുന്നതായ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, ധാരാളം സക്കായിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ആളിൽ കുറിയവനാണ്, അധികം ഉയരമില്ല, പക്ഷെങ്കിൽ അവൻ നല്ലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ടാക്സ് കളക്ടർ മാനേജർ പൊസിഷനിലിരിക്കുന്ന ആളാണ്. സാധാരണ കളക്ടേഴ്സ് അല്ല, ആ കളക്ടർമാരുടെ ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു മാനേജർ, ഒരു വലിയൊരു ഉദ്യോഗം തനിക്കുണ്ട്. അതുകൂടാതെ പാരമ്പര്യമായി താനൊരു ധനികനായ മനുഷ്യനായിരുന്നു. എങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായി. യേശുവിനെക്കുറിച്ച് ധാരാളം കേൾക്കുന്നല്ലോ, അവൻ്റെ അടുത്ത് വരുന്നവർ ഒരുപാട് സമാധാനം പ്രാപിക്കുന്നു, എങ്കിൽ ഇവൻ ആരാണ്, എങ്ങനെയുള്ളവനാണ് എന്ന് കാണുവാൻ സക്കായിക്ക് വളരെ ആഗ്രഹമുണ്ടായി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ ഒരു മരത്തിൻ്റെ മുകളിൽ, ഒരു കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ കറക്റ്റായിട്ട് യേശു ആ മരത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി സഖായിയോട് പറയുകയാണ്, സഖായിയെ, നീ താഴെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നു. അവൻ്റെ വീട്ടിലൊരു വിരുന്നുപോക്കല്ല കർത്താവ് ഉദ്ദേശിച്ചത്. അവനോടുകൂടെ ഒരു ദിവസം താമസിച്ച് അവനെ മുഴുവനായി ഒരു മാറ്റത്തിന് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം അവനിലൊരു രൂപാന്തരം വരത്തക്ക രീതിയിൽ ആ ദേശത്തൊരു വേലയുണ്ട്, ഒരു ശുശ്രൂഷയുണ്ടെന്ന് യേശുവിന് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. സക്കായി ഇത് കേട്ടപാടെ പെട്ടെന്ന് സന്തോഷത്തോടെ താഴെ ഇറങ്ങി വന്ന് യേശുവിൻ്റെ അവൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷം അവൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നു. യേശുവിനെ അവൻ്റെ ഭവനത്തിൽ കൈക്കൊണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇനിയാണ് നാം ഉദ്ദേശിക്കുന്നതായ കാര്യങ്ങളുടെ തുടക്കം. എന്താണെന്നറിയാമോ? യേശു സക്കായിയുടെ ഭവനത്തിൽ വന്നപ്പോൾ കേൾവിക്കാരും കാഴ്ചക്കാരും പറഞ്ഞത്, യേശു പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി. മനുഷ്യർ സക്കായിലെ പാപം കണ്ടു, സക്കായിലെ വ്യക്തിത്വം കണ്ടു, സക്കായിയുടെ പാരമ്പര്യം കണ്ടു, സക്കായിയുടെ ഇന്നലെ വരെയുള്ളതായ അവൻ്റെ പ്രവൃത്തികൾ, ദോഷമുള്ള പ്രവൃത്തികൾ ഓരോന്നോരോന്ന് അവർക്ക് വിവരിച്ച് പറയുവാൻ അവരുടെ മുൻപിലുണ്ട്. അവരെല്ലാം അത് എണ്ണി പറഞ്ഞു. യേശു അവനൊരു പാപിയായ മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന ഒരു ദുഷ്പേര്, യേശുവിനൊരു ദുഷ്പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു സക്കായിൽ വേറൊരു വ്യക്തിത്വം കണ്ടു. എന്താണെന്നറിയാമോ? ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന് യേശു പറഞ്ഞു. 9-ാം വാക്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോക മനുഷ്യർ നിന്നിൽ ഉള്ളതായ പാപത്തെ കാണുമ്പോൾ യേശു നിന്നിലെ രക്ഷയും നിന്റെ ഭവനത്തിൻ്റെ രക്ഷയും കർത്താവ് കാണുകയാണ്, നിന്നെ വ്യത്യാസപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് കർത്താവ് അവനെ സഖായിയെ അബ്രഹാമിൻ്റെ മകനായി കണ്ടത്? നോക്കൂ, കർത്താവ് യേശു സഖായിയുടെ ഭവനത്തിൽ വന്നപ്പോൾ സഖായിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി. അവൻ്റെ നിലപാടുകൾക്കെല്ലാം വ്യത്യാസം വന്നു. സഖായി പെട്ടെന്ന് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. കമാൺ. ഒരു ദരിദ്രനായ ഒരു മനുഷ്യന് ഒരിക്കലും പറയുവാൻ സാധിക്കാത്തതായ ഒരു മാനസികാവസ്ഥ. അവർ കൂടുതൽ സമ്പത്തുള്ളവർ കൂടുതൽ പിശുക്കന്മാരായിരിക്കും. ആർക്കും പച്ചവെള്ളം കൊടുക്കത്തില്ല,
അവരുടെ സമ്പത്തെക്കുറിച്ചുള്ളതായ വലിയൊരു ചിന്ത അവർക്കുണ്ട്. ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും, ആരോടെങ്കിലും കൂടുതൽ അടുത്താൽ അവരിതെല്ലാം അപഹരിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു ചിന്ത അവരെ എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സക്കായിയെ സംബന്ധിച്ചിടത്തോളം സക്കായി അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നിരിക്കാം. പക്ഷെങ്കിൽ യേശു സക്കായിയുടെ ഭവനത്തിൽ വന്നപ്പോൾ ഇതാ സക്കായി വ്യത്യാസപ്പെടുകയാണ്. അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു, അവൻ്റെ സംസാരത്തിന് വ്യത്യാസം വന്നു. കർത്താവിനോട് പറയുകയാണ്, എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് ഇതാ കൊടുക്കുന്നു, മാറ്റിവെച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം സക്കായിൽ ഒരു മാനസാന്തരം. വല്ലവരോടും അന്യായമായി ഞാൻ പിരിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു. 1, ദരിദ്രന്മാർക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ഒരു അർപ്പണബോധം. 2, അന്യായമായി ചെയ്തിട്ടുള്ളതൊക്കെയും തിരികെ കൊടുക്കുന്ന ഒരു മാനസിക അവസ്ഥ. നോക്കൂ, അവനിൽ വ്യത്യാസം വന്നു. സക്കായി രൂപാന്തരപ്പെട്ടു. മനുഷ്യർ അവനിലെ പാപം കണ്ടു. യേശു അവനിലെ അബ്രഹാം പിതാവിനെ കണ്ടു. അവൻ അബ്രഹാമിൻ്റെ പിതാവ്, വിശ്വാസിയുടെ മകൻ എന്ന് യേശുവിന് ബോധ്യമായി. അങ്ങനെയുള്ളതായ ബോധ്യത്തിലൂടെ കർത്താവ് പറയാണ്, നീയും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഈ ഭവനത്തിന് ഇപ്പോൾ രക്ഷ വന്നിരിക്കുന്നു. നോക്കൂ, നമ്മളിലെ വ്യത്യാസം, നമ്മളിലെ വ്യതിയാനം, നമ്മളിലെ ആ രൂപാന്തരം നമ്മുടെ ഭവനത്തിനും രക്ഷയ്ക്കായി വഴിയൊരുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് രക്ഷയ്ക്കായിട്ടുള്ള ഒരു മാർഗം തെളിക്കും. നമ്മുടെ ഭവനത്തിൽ സമാധാനം കൊണ്ടുവരും. നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ, ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതായ അഭിപ്രായമല്ല, ഒരു പുതിയ അഭിപ്രായം. ഒരുപക്ഷെങ്കിൽ സക്കായി തൻ്റെ ഭാര്യയോട് പോലും ചോദിക്കാതെയാണ് തൻ്റെ സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്ക് വേണ്ടി മാറ്റിവെച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പണാബോധമുള്ള ഒരു ജീവിതം ചെയ്യുവാൻ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. അവൻ്റെ തീരുമാനം ഇത് അവൻ്റെ ഭവനത്തെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവ് നമ്മുടെ ഭവനത്തിൽ വന്നു, നമ്മുടെ ഉള്ളിൽ വന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളിൽ എന്ത് വ്യത്യാസം ഈ രക്ഷ അല്ലെങ്കിൽ കർത്താവിനെ കണ്ട കാഴ്ച കൊണ്ടുവന്നു? യേശുവിനെ നീ സ്വീകരിച്ചതിനാൽ, യേശു നിന്റെ ഭവനത്തിൽ ഒരു ദിവസം പാർത്തതിനാൽ, ഒരു രാത്രി യേശു പാർത്തതിനാൽ നിന്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസം വന്നു? നിന്റെ അഭിപ്രായത്തിൽ എന്ത് വ്യത്യാസം വന്നു? നിന്റെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടായോ? ധനത്തോടുള്ളതായ നിന്റെ ആ ഭ്രമത്തിന് വ്യത്യാസമുണ്ടായോ? നിന്റെ ആകുല ചിന്തകൾ മാറിയോ? നിനക്കൊരു തിരിച്ചു കൊടുക്കുന്നതായ, ആരോടെങ്കിലും അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരികെ കൊടുക്കുന്നതായ ഒരു മനോഭാവം വന്നിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായും നീ രക്ഷിക്കപ്പെട്ടവനാണ്. കേവലം ഒരു കൺവെൻഷന് പോയി വരുന്നതല്ല രക്ഷ, ഒരു പ്രസംഗം കേൾക്കുന്നതല്ല, ഒരു ദിവസം ആരാധിക്കുന്നതല്ല രക്ഷയെന്ന് പറയുന്നത്. നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന വ്യത്യാസം, രൂപാന്തരം, നിന്റെ അഭിപ്രായത്തിൽ വ്യത്യാസം, നിന്റെ വാക്കുകളിൽ വ്യത്യാസം, മനോഭാവത്തിൽ വ്യത്യാസം, ചിന്താഗതിയിൽ വ്യത്യാസം, സകലത്തിനും വ്യത്യാസം ഉണ്ടാകുന്നു. അല്പത്തിൽ വിശ്വസ്തമായ കാര്യങ്ങൾ ദൈവം കണക്കിലെടുത്തുകൊണ്ട് ദൈവം നിന്നെ അധികത്തിന് വിചാരകനാക്കി മാറ്റുന്നു. അത്ഭുതമായ പ്രവൃത്തിയാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത്. മറ്റേത് മനുഷ്യരിലും വിശ്വസിക്കുമ്പോൾ, ഏത് ദൈവത്തിലും വിശ്വസിക്കുമ്പോൾ, ഏത് മതത്തിലും വിശ്വസിക്കുമ്പോൾ, ഏത് ഉപദേശത്തിലും വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്നതിലധികമായി ഒരു രൂപാന്തരം യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, നമ്മോടുകൂടെ പാർക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ളതായ രക്ഷ ഇങ്ങനെയാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഇന്നലെ വരെയും ഇന്ന് വരെയും നിന്നെ സക്കായിയെ ഒരു പാപിയായ മനുഷ്യനായി ലോകം കണ്ടുവെങ്കിൽ, ദൈവം നിന്നിൽ കൂടെ കാണുന്നത് നീ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ളതായ ഒരു സർട്ടിഫിക്കേഷൻ ദൈവം നിനക്ക് തരുന്നുണ്ടെങ്കിൽ, അത് മുഖേന നിനക്കും നിന്റെ ഭവനത്തിനും അത് രക്ഷയായി ഭവിക്കുന്നു. അത് ദൈവം കണക്കിട്ടു, ദൈവം നിന്നെ കണ്ടു എന്നുള്ളതായ ഒരു സത്യം നിന്റെ മുൻപിൽ കർത്താവ് പ്രസ്താവിക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. God bless you.